ഡിസംബർ 20-ന് ശേഷം ബാങ്കുകളിൽ പഴയ നോട്ടുകൾ 5000 രൂപയിൽ കൂടുതൽ നിക്ഷേപിക്കണമെങ്കിൽ നോട്ടിഫിക്കേഷൻ നൽകണമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തീരുമാനമെടുത്തിരുന്നു. ഇതനുസരിച്ച് റിസർവ് ബാങ്ക് വിജ്ഞാപനവും ഇറക്കി. എന്നാൽ എതിർപ്പ് ശക്തമായതോടെ ആ നിർദ്ദേശം പിൻവലിച്ചു. വിജ്ഞാപനമിറക്കിയതിൽ RBIക്ക് വന്ന പിഴവാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ റിസർവ് ബാങ്ക് മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപവും സർക്കാരിലെ ഒരു വിഭാഗത്തിനുണ്ട്. വിവാഹാവശ്യങ്ങൾക്കായി 2.5 ലക്ഷം രൂപ പിൻവലിക്കാമെന്ന ഇളവ് വേണ്ടത്ര ഫലം കാണാതെ പോയത് ഈ മെല്ലെപ്പോക്ക് കാരണമാണെന്ന് പറയുന്നു. ബാങ്കുകളിൽ തിരിച്ചെത്തിയ പിൻവലിച്ച നോട്ട് സംബന്ധിച്ചാണ് മറ്റൊരു ആശയക്കുഴപ്പം. റിസർവ് ബാങ്ക് കണക്കുകൾ രാജ്യത്ത് വൻതോതിൽ കള്ളപ്പണമുണ്ടെന്ന സർക്കാർ വാദം പൊളിക്കുന്നതാണ്. ഇക്കാര്യത്തിൽ RBIയോട് വീണ്ടും പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്രം. അതേസമയം തുടർച്ചയായി സർക്കുലറുകൾ ഇറക്കുന്നതും പിൻവലിക്കുന്നതും റിസർവ് ബാങ്കിന്റെ സൽപ്പേരിനെ ബാധിക്കുന്നുണ്ടെന്ന വിമർശനവുമുണ്ട്. ഈ സർക്കുലറുകൾ എല്ലാം തന്നെ സർക്കാർ നിർദ്ദേശാനുസരണം ഇറക്കിയതുമാണ്. ഡിജിറ്റൽ പണമിടപാടുകൾക്ക് കൂടുതൽ ഇളവ് നൽകുന്ന സർക്കാർ നിലപാടിലും RBIക്ക് നീരസമുണ്ട്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.